ഹൗ ടു മെയിൻറ്റെയിൻ യുവർ സ്റ്റഡി റൂം. കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിങ്ങാലക്കുട വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേരൻ്റ് എന്നോട് ചോദിച്ചത്, കുട്ടി പഠിത്തത്തിൽ കുറച്ച് നാളായിട്ട് വളരെ വീക്കാണ്. അവൻ മുകളിൽ പോയി റൂം അടച്ചിട്ടിരിക്കുകയാണ്. പഠിക്കുന്നുണ്ടോ എന്താ ചെയ്യണേന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈയിടെയായിട്ട് വളരെ അറോഗൻ്റാണ്. ഞാൻ ആ കുട്ടിയുടെ വീട്ടിലെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ വന്ന് കുട്ടികളുടെ സ്റ്റഡി റൂം എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുട്ടിയുടെ പാരൻ്റ് വളരെ അതിശയത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വന്ന് സ്റ്റഡി റൂം അറേഞ്ച് ചെയ്യേ, എന്താണ്, വാട്ട് ഡു യു മീൻ അബൌട്ട് ദാറ്റ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു കൗൺസിലിംഗ് സെഷനും ആ കുട്ടിയായിട്ട് അറേഞ്ച് ചെയ്തു. ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. പാരൻസ് ഒന്നും തന്നെ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ആ കുട്ടിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം കുട്ടീനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാഷാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കോഴ്സുകൾ ഏതൊക്കെയാണ് പഠിക്കണത് എന്നുള്ളതൊക്കെയും ഞാൻ അവരോട് ബേസിക്കായിട്ട് ചോദിച്ച് അങ്ങനെ അവരുടെ റൂമിലേക്ക്, വീടിൻ്റെ ടെറസിൻ്റെ അവിടേക്ക്, തട്ട് മുകളിലാണ് മുറി, അവിടെ പോയി. വീടിൻ്റെ മുറി ഒരു ആൺകുട്ടിയുടെ റൂം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ആവശ്യത്തിന് വൃത്തികേടായി വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. റാക്കുണ്ട്, അതുപോലെ ഒരു ജനല തുറന്നിട്ടിരിക്കുന്നുണ്ട്, കർട്ടൻ ഉണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലും ആ റൂം ഇരിക്കുകയാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഈ റൂം ഒന്ന് നീറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് റാക്കിൽ കൃത്യമായിട്ട് ഒരു +1 വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഫിസിക്സ് സെപ്പറേറ്റ് ആയിട്ട് ബുക്കുകൾ അടക്കി വെച്ചു, കെമിസ്ട്രിയുടെ ബുക്ക്, അതുപോലെ ബയോളജിയുടെ ബുക്ക്, അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, 10ാം ക്ലാസ് വരെ നിനക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അവനൊന്നും വിട്ടും തെളിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് എനിക്ക് ശ്രദ്ധയിൽ പെട്ടത്, അവൻ്റെ ശ്രദ്ധ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ഡൈവേർട്ട് ചെയ്തു. ഞാനിവൻ്റെ ബോഡി ലാംഗ്വേജ് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അലക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനല തുറന്ന് നോക്കി. ജനല തുറന്ന് വന്നപ്പോൾ അവിടെ ഒരു ചേച്ചി അലക്കുന്നുണ്ട്. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ ചേച്ചി അലക്കുന്നത് നോക്കിയിരിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. പ്രായത്തിൻ്റെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും ഒരു 17ഓ 18ഓ വയസ്സുള്ള ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും. എനിക്ക് കാര്യം എന്താണ്, കുട്ടിയുടെ ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. പതുക്കെ പതുക്കെ ഇവൻ്റെ കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാം, ആ ഒരു ഏജിലുള്ള കുട്ടികൾ കമ്പ്യൂട്ടർ, അവർക്ക് ഒരു ഹിഡൻ ഫോൾഡർ പലപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടുള്ള നീല ചിത്രങ്ങളും ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എല്ലാവരെയും കുറിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എങ്കിൽ പോലും ഈ കുട്ടിയുടെ കമ്പ്യൂട്ടറിൽ അതുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് കൗൺസിലിങ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഓരോ കാര്യങ്ങളും അവൻ പറഞ്ഞത്. അപ്പം പഠിക്കാനുള്ള ആ വിമുഖത വരാൻ കാരണം അദ്ദേഹം ഇൻ്റർനെറ്റിൽ പല സൈറ്റുകൾ, പ്രോൺ സൈറ്റുകളിലേക്കും പോകുന്നുണ്ട്, വീഡിയോസ് കാണുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ ആളിനെ ഇൻട്രോഗേറ്റ് ചെയ്തു, ഇതുപോലെ കാണാറുണ്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളൊന്ന് പേടിച്ചു. പക്ഷേ ആൾക്ക് ഒന്നും മറച്ചു വയ്ക്കാനുണ്ടായില്ല, കാരണം കൗൺസിലിംഗ് ആയിരുന്നു. അങ്ങനെ കുട്ടിയുടെ പാരൻറ്റിൻ്റെ അടുത്ത് വന്ന് തിരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയുടെ പാരൻറ്റിൻ്റെ അടുത്ത് ഇവൻ്റെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, കൗൺസിലിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, വാസ്തു ശരിയല്ല, അത് കാരണം കൊണ്ട് നിങ്ങൾ ആ ജനല മാറ്റിയിട്ട് അതൊന്ന് അടച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ പാരൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, മാഷിന് വാസ്തുവൊക്കെ നല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് കാര്യം പറയാൻ പറ്റില്ലല്ലോ കുട്ടിയുടെ അടുത്ത്, പാരൻറ്റിൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങളതൊന്ന് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി. ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായി. പക്ഷേ എത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ വാസ്തുവയ്ക്കും ഭയങ്കര വിശ്വാസമുള്ള ആളാണെന്ന് തോന്നുന്നു. ആള് വേഗം അത് ജനലൊക്കെയും ഒരു അടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറയും അല്ലേ, അത് വന്നു കഴിഞ്ഞപ്പോൾ പയ്യൻ ഉഷാറായി നല്ല മാർക്ക് കിട്ടി. അപ്പം പറഞ്ഞു വന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും തരത്തില് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പ്രായത്തിന്റെ ചാബല്യം കാരണം കൊണ്ട് അകപ്പെട്ടു പോവാണ്. അത് എന്തുണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുടെ ലൈഫ് തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് സ്പോയിലായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാണ്. അപ്പം നമ്മൾ പറയില്ലേ, മുളയിൽ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ തയ്യാറാക്കുക. ഇനി ഈ പറയുന്ന നമ്മളുടെ ഈ റീഡിംഗ് റൂം എന്ന് പറയുന്ന റൂം, ആ റൂം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ലീപ്പിംഗ് റൂം ആവാൻ പാടില്ല. ആ റൂമില് കിടക്കാനുള്ള കട്ടിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ പാടില്ല ഐഡിയലി. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഒരു റൂമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ള കാരണം കൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് അറിയാം. ബട്ട് ഈവൻ ദോ ഫോർ എൻ ഐഡിയൽ കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കസാര, മേശ എന്നുള്ള കാര്യങ്ങൾ, പഠിക്കാനുള്ള റാക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു റീഡിംഗ് റൂം, പഠിക്കാനുള്ള ഒരു റൂം തയ്യാറാക്കാനായിട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം പറ്റും. ഇല്ല ബെഡ് ഉണ്ട് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞാൽ പതുക്കെ കട്ടുമ്പ കയറിയിരിക്കും, കിടന്ന് പഠിക്കും, കമന്ന് കിടന്ന് പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങി പഠിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റണം. നല്ല രീതിയിൽ ഒരു റാക്കൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കുറച്ച് പുസ്തകങ്ങൾ, പഠിക്കാനുള്ള പുസ്തകങ്ങളുടെ ഒപ്പം തന്നെ വായിക്കാനായിട്ടുള്ള വേറെ പുസ്തകങ്ങൾ ഉണ്ടാവാം. അവർക്ക് റീഡിങ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെ. മാഗസിൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തത് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഒരു 5ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഈ റീഡേഴ്സ് ഡൈജസ്റ്റ്, ചിൽഡ്രൻസ് ഡൈജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് വായിക്കാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇനി 8ാം ക്ലാസ് തൊട്ട് ഒരു +2 വരെയുള്ള കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ടെൽ മീ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സ്റ്റിക്കി നോട്ട്സ്, പഠിക്കുന്ന ടേബിളിൽ കുറേ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെക്കാൻ പറ്റും അല്ലെ. മഞ്ഞ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അപ്ഡേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാലുള്ള മെച്ചം എന്താ, നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാം, മറക്കില്ല, കാര്യങ്ങൾ കറക്റ്റായിട്ട് ടൈം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ ഒരു കഥയാണ്. നക്ഷത്ര എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ കിഴക്കേക്കോട്ടയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. എൻട്രൻസിന്റെ കോച്ചിങ് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കോച്ചിങ് സെന്ററിലത്തെ അധ്യാപകര് ഹോസ്റ്റലൊക്കെ ഒന്ന് നോക്കി വരാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം പീരീഡ്, മാർച്ച് ഏപ്രിൽ ടൈം പീരീഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റലായാലും ജെൻസ് ഹോസ്റ്റലാണെങ്കിലും പിള്ളേരൊക്കെ വെക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. കാരണം പിന്നെ മെയ് മാസം പരീക്ഷയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഈ ലേഡീസ് ഹോസ്റ്റലൊക്കെ പോയി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ വാർഡൻ പറഞ്ഞു, കയറി വന്ന് ഹോസ്റ്റൽ കണ്ടോളൂ, കുട്ടികളൊന്നും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഒരു റൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയത്, അവിടെ ആ പ്രാവശ്യം PC തോമസ് സാറിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു മുറിയാണ്. പലതരത്തിലുള്ള നോട്ട്സ് ചുവരിൽ ഒട്ടിച്ചു വെച്ചേക്കാണ്. അപ്പൊ ആ വാർഡൻ പറയുന്നുണ്ട്, ആ ക്രാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചുമര് മുഴുവൻ വൃത്തികേടാക്കിയേക്കാണ്, ചുവര് മുഴുവൻ വൃത്തികേടാക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ഒരു തെക്കൻ സ്റ്റൈലിലേക്കും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പാലായിലാണോ വീടെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞെങ്കിൽ പോലും ആ കുട്ടി പഠിച്ച രീതി ഒന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കും. ചുവരിൽ നിങ്ങൾ ഒട്ടിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചുമര് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും റെഡിയാക്കുക അല്ലേ. അപ്പൊ നല്ല ഭംഗിയിൽ നിങ്ങളുടെ പീരിയോഡിക് ടേബിളോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി റൂം എന്ന് പറയുന്നത് ഭംഗിയാക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് പഠിക്കുമ്പോഴേക്കും നമ്മുടെ ചുവര് നമ്മളിങ്ങനെ നോക്കും അല്ലേ. അപ്പൊ പെട്ടെന്ന് ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ചുവർ ചിത്രങ്ങൾ അഥവാ വാൾപേപ്പറുകൾ, സ്റ്റിക്കി നോട്ട്സ് നമ്മളെ സഹായിക്കുന്നതാണ്. പഠിക്കുന്ന കാര്യങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്സ് ഉണ്ടാവണം. പീരിയോഡിക് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു കോൺസെപ്റ്റ് മാപ്പിൽ റെഡിയാക്കി A4 ഷീറ്റിൽ എഴുതാനും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവാം. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി റൂം ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അവരെന്തായാലും നല്ല മാർക്കോട് കൂടി വിജയിക്കും. അപ്പൊ സ്റ്റഡി റൂം എന്ന് പറയുന്നത് മനോഹരമാക്കാനായിട്ട് കുറേ വഴികളുണ്ട്. ഞാൻ അത് കൺസൾട്ട് ചെയ്യുന്നുണ്ട്.
വീടുകളിൽ തന്നെ പോയി അവരുടെ ആ കുട്ടിയായിട്ട് കൗൺസിലിംഗ് ചെയ്യും. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷം അവരുമായിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പാരൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, സിബ്ലിങ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യും. അവരുടെ സ്കൂളിൻ്റെ പഠന രീതി എന്താണ്, എവിടം വരെ ആയി പഠിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ചോദിച്ചിട്ട് അവർക്ക് ഫൈനലായിട്ടുള്ള ഒരു ഗീവ് അവേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.